പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കറിയാം, നമ്മൾ ചില സമയത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് സാധാരണ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന മോഡലിൽ ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയാലും നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, പെൻഡിങ് കാണിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കണ്ടില്ല എന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വാട്സപ്പ് മാത്രമല്ല, മറ്റ് ഏത് ആപ്ലിക്കേഷനും ഗൂഗിൾ ക്രോം ചില ആപ്ലിക്കേഷനെല്ലാം ഇങ്ങനെ വരാറുണ്ട്. ഇത് ഈസി കാര്യമാണ്, ചിലർക്കെല്ലാം ഇത് അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് ഇത് ഒരു ഉപകാരമായിരിക്കും. എന്തായാലും അത് എങ്ങനെ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം, പഴയ പോലെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മുടെ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് നോക്കുക. സ്റ്റോറേജ് ഫുള്ളാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. സെറ്റിങ്സിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, റാം ആൻഡ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്കത് എങ്ങനെയാണ്, എത്രയാണ് എന്നുള്ളതും അത് കുറവാണോ എന്ന് നമ്മൾ നോക്കുക. ഇല്ല, അത് കുറവാണ്, നമ്മൾ അത് ഉപയോഗിച്ച് സ്റ്റോറേജ് നമ്മൾ മാക്സിമം ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അത് സ്റ്റോറേജ് കറക്റ്റാണ്, സ്റ്റോറേജ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോർ ലോങ് പ്രസ് ചെയ്യുക. ചില സെറ്റിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇൻഫോ എന്ന് പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെ വരുന്നില്ല. അങ്ങനെ വരാത്തവർക്ക് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മളിതിൽ, ഇതിപ്പോൾ ഞാൻ വിവോയുടെ ഫോണിലാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, ഇതിൽ മോർ സെറ്റിങ്സിൽ ആപ്പ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഫോർ സ്റ്റോപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സ്റ്റോറേജ് എടുക്കുക. സ്റ്റോറേജ് എടുത്തതിന് ശേഷം നമുക്ക് ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിവേഴ്സ് വരിക. ഇത് ചെയ്തെന്ന് വിചാരിച്ച് നമ്മുടെ പ്ലേ സ്റ്റോറിന് വേറെ കുഴപ്പമോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതിരിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ കയറുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ പോയതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഓവർ എനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലാക്കി കൊടുക്കുക, ഡൺ കൊടുക്കുക. അതുപോലെ നമ്മൾ ആട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതും ഓവർ എനി നെറ്റ്വർക്കിൽ കൊടുക്കുക. അതിനുശേഷം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളത് വാട്സപ്പ് ഇവിടെ ടൈപ്പ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട ആ ഭാഗത്ത് ഇതുപോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്തായാലും ഇത് ചെറിയ കാര്യമാണ്, ചിലർക്ക് ഇത് അറിയാമായിരിക്കും. എന്നാലും ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക, നിങ്ങൾക്ക് ഉപകാരമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.